നമസ്കാരം. മിഡിസ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം അസാധ്യമെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി. മുനിസിപ്പൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിദേശികളെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. വിദേശികൾക്കെതിരായ പ്രസ്താവന റിയൽ എസ്റ്റേറ്റ് മേഖലയെ ആശങ്കയിലാക്കിയെന്ന് കെട്ടിടോടമകൾ. ജനസംഖ്യാ സന്തുലനം പൂർണ്ണമായി നടപ്പാക്കാൻ വർഷങ്ങളെടുക്കുമെന്ന് കുവൈത്ത് തൊഴിൽ മന്ത്രി. സൗദിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും. 193 സാധനങ്ങൾക്ക് 25% വരെ കസ്റ്റംസ് തീരുവ ഏർപ്പെടുത്തി. തീരുമാനം സർക്കാർ സബ്സിഡി എടുത്തുകളഞ്ഞതിനാൽ. ദുബൈയിലെ സർക്കാർ ജീവനക്കാരികൾക്ക് 3 മാസം ശമ്പളത്തോടെ പ്രസവാവധി ലഭിക്കാനുള്ള നിയമം മാർച്ച് 1 മുതൽ. നടപടി ലിംഗനീതി സമിതിയുടെ ശുപാർശ പരിഗണിച്ച്. ഷാർജയിൽ നിയമവിരുദ്ധമായി റോഡ് മുറിച്ചു കടക്കുന്നവർക്കെതിരെ കർശന നടപടി. സീബ്ര ക്രോസിംഗിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടന്നാൽ 200 ദിർഹം പിഴ. പോലീസിന്റെ ബോധവൽക്കരണ ക്യാമ്പയിനും തുടക്കമായി. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ 3 വർഷത്തിനിടെ നിയമിതരായ നഴ്സുമാരിൽ 80%നും ജോലി മികവില്ലെന്ന വിലയിരുത്തൽ. സർക്കാർ ആശുപത്രിയിൽ നടത്തിയ മികവ് പരീക്ഷയിൽ ഭൂരിപക്ഷം പേർക്കും ലഭിച്ചത് 50-ൽ താഴെ മാർക്ക്. വിദേശികൾക്ക് ചികിത്സാ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയുടെ അംഗീകാരം. ദുബായിലെ സർക്കാർ ജീവനക്കാരികൾക്ക് 3 മാസം ശമ്പളത്തോടെ പ്രസവാവധി നൽകുന്ന നിയമം മാർച്ച് 1-ന് നിലവിൽ വരും. 2 മാസത്തെ പ്രസവാവധിയാണ് നേരത്തെ ലഭിച്ചിരുന്നത്. ലിംഗനീതി സമിതിയുടെ ശുപാർശകൾ പരിഗണിച്ചാണ് നടപടി. നേരത്തെ അബുദാബി, ഷാർജ എമിറേറ്റുകളും പ്രസവാവധി വർദ്ധിപ്പിച്ചിരുന്നു. ലിംഗനീതി സമിതി അധ്യക്ഷ ഷെയ്ഖ മനാൽ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ച സമിതി സമർപ്പിച്ച ശുപാർശകൾ പരിഗണിച്ചാണ് 3 മാസ പ്രസവാവധി നൽകാൻ UAE നിയമ ഭേദഗതിക്ക് നടപടി ആരംഭിച്ചത്. സെപ്റ്റംബറിൽ അബുദാബിയിൽ 3 മാസ പ്രസവാവധി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. കുഞ്ഞിന് 1 വയസ്സാകും വരെ 2 മണിക്കൂർ നേരത്തെ ജോലി സ്ഥലത്തു നിന്ന് പോകാനും സ്വദേശി വനിതകൾക്ക് അനുമതിയുണ്ട്. പ്രസവം നടന്ന് 3 ദിവസം കുഞ്ഞിന്റെ പിതാവിനും അവധി ലഭിക്കും. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും പ്രസവാവധി വർദ്ധിപ്പിച്ച് ഉത്തരവ് പ്രഖ്യാപിച്ചു. 3 മാസം ശമ്പളത്തോടെയും 1 മാസം ശമ്പളമില്ലാതെയുമാണ് ഷാർജയിൽ 120 ദിവസം അവധി ലഭിക്കുക. ചില സ്വകാര്യ കമ്പനികളും ജീവനക്കാരികളുടെ പ്രസവാവധി വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ദുബൈ കൂടി നിയമം നടപ്പാക്കുന്നതോടെ സ്ത്രീ ശാക്തീകരണം, ലിംഗനീതി തുടങ്ങിയ മേഖലയിൽ UAE വീണ്ടും മാതൃകയാകും. മീഡിയ 1 ദുബായ്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ നിയമിതരായ നഴ്സുമാരിൽ 80%നും ജോലി മികവില്ലെന്ന് വിലയിരുത്തൽ. സർക്കാർ ആശുപത്രികളിൽ നടത്തിയ മികവ് പരീക്ഷയിൽ ഭൂരിപക്ഷം പേർക്കും ലഭിച്ചത് 50-ൽ താഴെ മാർക്ക്. ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹൃദ്രോഗ വിഭാഗം, ഓപ്പറേഷൻ തിയേറ്ററുകൾ തുടങ്ങി സങ്കീർണ സ്വഭാവമുള്ള മേഖലകളിൽ നിയമിക്കപ്പെട്ട നഴ്സുമാരാണ് ജോലി മികവിന്റെ കാര്യത്തിൽ ഏറ്റവും പിറകിലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രൊബേഷൻ കാലയളവിലെ ജോലി മികവിന്റെ അടിസ്ഥാനത്തിൽ 9 മുതൽ 43% വരെ മാർക്ക് മാത്രമാണ് ഭൂരിഭാഗം നഴ്സുമാർക്ക് ലഭിച്ചതെന്നും ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. അദാൻ, ഫർവാനിയ തുടങ്ങിയ ആശുപത്രികളിൽ പ്രൊബേഷനും പരിശീലനവും പൂർത്തിയാക്കിയ നഴ്സുമാരെ 3 വിഭാഗങ്ങളാക്കി തിരിച്ചാണ് ചുമതലകൾ നൽകാറുള്ളത്. പ്രത്യേക പരിശീലനവും കൂടുതൽ പ്രവൃത്തി പരിചയവുമുള്ള A വിഭാഗത്തെയാണ് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള സങ്കീർണ സ്വഭാവമുള്ള സ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. B വിഭാഗത്തിലുള്ളവർക്ക് ഇന്റേണൽ വാർഡുകളിലും C വിഭാഗക്കാർക്ക് ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലുമായിരിക്കും ഡ്യൂട്ടി. A വിഭാഗത്തിലുള്ളവർക്ക് 750 ദിനാറും B വിഭാഗത്തിൽപ്പെട്ടവർക്ക് 700 ദിനാറും C വിഭാഗത്തിന് 650 ദിനാറുമാണ് പ്രതിമാസ ശമ്പളം. A വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇൻഫെക്ഷൻ അലവൻസ്, അപകട അലവൻസ്, നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് എന്നിങ്ങനെ ആനുകൂല്യങ്ങളും ലഭിക്കും. സങ്കീർണമായ മേഖലയിൽ ജോലി ചെയ്യുന്നവർ കാര്യക്ഷമതയിൽ പിറകിലാകുന്നുവെന്നത് ആശങ്കയോടെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. നേരത്തെ മെഡിക്കൽ സർവീസസ് അണ്ടർ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ജമാൽ അൽ ഹർബി ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം ജീവനക്കാരുടെ മികവ് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ വിദേശികൾക്കുള്ള ചികിത്സാ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് നാഷണൽ അസംബ്ലി ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയുടെ അംഗീകാരം. ഇൻഷുറൻസ് ചട്ടങ്ങൾ ഭേദഗതി വരുത്തണമെന്ന നിർദ്ദേശത്തിനും അംഗീകാരം ലഭിച്ചു. കരട് നിർദ്ദേശം ആരോഗ്യ തൊഴിൽകാര്യ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. വിദേശികൾക്ക് നൽകി വരുന്ന ആരോഗ്യ സേവനങ്ങളുടെ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുക, വാർഷിക ഇൻഷുറൻസ് പ്രീമിയം 50 ദിനാറിൽ നിന്ന് 130 ദിനാറായി വർദ്ധിപ്പിക്കുക, സന്ദർശന വിസയിലെത്തുന്നവരിൽ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് ഈടാക്കുക എന്നിവയാണ് കരട് ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ. പാർലമെന്റിലെ ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ച കരട് നിർദ്ദേശം വിശദാംശങ്ങൾ തയ്യാറാക്കുന്നതിനായി ആരോഗ്യ തൊഴിൽകാര്യ സമിതിക്ക് വിടും. വിദേശികൾക്കുള്ള ആരോഗ്യ സേവന നിരക്കുകളിൽ ഫെബ്രുവരി മധ്യത്തോടെ വർധനയുണ്ടാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതുപ്രകാരം അർബുദം, തൈറോയിഡ്, ഹൃദ്രോഗം തുടങ്ങിയവയ്ക്കുള്ള ചികിത്സാ നിരക്കുകളിൽ വൻ വർധനയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
എക്സ്റേ, MRI, ബ്ലഡ് പ്ലാസ്മ ടെസ്റ്റ് തുടങ്ങിയവയ്ക്കും വർദ്ധിത നിരക്ക് ഈടാക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം. വിദേശികളിൽ നിന്ന് നിലവിൽ ഈടാക്കി വരുന്ന ഫീസ് നിരക്കുകൾ വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നതാണെന്നും ചികിത്സാരംഗത്തെ ചെലവ് കൂടിയിട്ടും വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഫീസ് തന്നെയാണ് വിദേശികളിൽ നിന്ന് ഈടാക്കി വരുന്നതെന്നും വിലയിരുത്തിയാണ് മന്ത്രാലയം ഫീസ് ഘടന പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ആരോഗ്യ മന്ത്രാലയത്തിന് പിന്നാലെ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം അസാധ്യമെന്ന് അറിയിച്ച് കുവൈത്ത് മുനിസിപ്പാലിറ്റിയും. മുനിസിപ്പൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിദേശികളെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി അറിയിച്ചു. വിദേശികൾക്കെതിരെയുണ്ടായ പ്രസ്താവനകൾ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ആശങ്കയിലാക്കിയെന്ന പരാതിയുമായി കെട്ടിട ഉടമകളും രംഗത്തെത്തി. മുനിസിപ്പാലിറ്റിയിൽ വിദേശികളെ ഒഴിവാക്കി സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകണമെന്ന MP-മാരുടെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി യൂസുഫ് അൽ സഖബി. ടൈപ്പ് റൈറ്റിംഗ്, യോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തൽ തുടങ്ങിയ ജോലികൾക്ക് വിദേശികളെ ആശ്രയിക്കേണ്ടി വരും. ഇത്തരം ജോലികൾ ചെയ്യാൻ സ്വദേശികൾ മുന്നോട്ട് വരില്ല. അതിനാൽ വിദേശികളെ പൂർണ്ണമായി ഒഴിവാക്കിയുള്ള ക്രമീകരണം മുനിസിപ്പൽ മേഖലയിൽ നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശികൾ കുവൈത്തിൽ അധിനിവേശം നടത്തിയതായി MP അബ്ദുൽ കരീം കന്ദരി നടത്തിയ പ്രസ്താവനയോട് അദ്ദേഹം വിയോജിച്ചു. കുടുംബം പുലർത്താൻ വേണ്ടി വന്ന വിദേശികൾക്ക് തിരിച്ചുപോകാൻ സ്വന്തമായി രാജ്യമുണ്ടായിരിക്കെ അവരുടെ വരവിനെ അധിനിവേശമായി കാണാൻ സാധിക്കില്ല. വിദേശികളെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്ത പാരമ്പര്യമാണ് കുവൈത്തിൻ്റെതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് വിദേശ ജീവനക്കാരെ മാറ്റി നിർത്താൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ വിദേശികളെ കുറക്കണമെന്ന ആവശ്യത്തിനെതിരെ റിയൽ എസ്റ്റേറ്റ് യൂണിയൻ രംഗത്തെത്തി. MP-മാരുടെ ആവശ്യം നടപ്പാക്കുകയാണെങ്കിൽ താമസിക്കാൻ ആളില്ലാതെ രാജ്യത്തെ കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുമെന്നും വിദേശികൾക്കെതിരെ നിലപാട് ഘടിപ്പിച്ചുള്ള MP-മാരുടെ പ്രസ്താവന ഉണ്ടായതു മുതൽ കെട്ടിട വാടകയിൽ കുറവ് വരുത്തേണ്ടി വന്നിട്ടുണ്ടെന്നും റിയൽ എസ്റ്റേറ്റ് യൂണിയൻ മേധാവി അബ്ദുറഹ്മാൻ അൽ ഹബീബ് പറഞ്ഞു. പാർലമെന്റിന്റെ ആവശ്യം പരിഗണിച്ച് സർക്കാരും നിലപാട് ഘടിപ്പിക്കുകയാണെങ്കിൽ കെട്ടിടങ്ങളിൽ ആളെ കിട്ടാതെ പ്രയാസപ്പെടും. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് മാത്രമായിരിക്കില്ല, രാജ്യത്തെ വാണിജ്യ വ്യവസായ മേഖലകളിൽ ഉൾപ്പെടെ പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഷാർജയിൽ നിയമവിരുദ്ധമായി റോഡ് മുറിച്ചു കടക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കുന്നു. സീബ്ര ക്രോസിംഗിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടന്നാൽ 200 ദിർഹമാണ് പിഴ. റോഡ് നിയമങ്ങൾ സംബന്ധിച്ച് പ്രവാസികൾക്കിടയിൽ ബോധവൽക്കരണ ക്യാമ്പയിനും ഷാർജ പോലീസ് തുടക്കം കുറിച്ചു. ഷാർജയിൽ റോഡ് മുറിച്ചു കടക്കുന്നവർ സൃഷ്ടിക്കുന്ന വാഹനാപകടങ്ങൾ നിരവധിയാണ്. സീബ്ര ക്രോസിംഗിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടക്കുന്നവർക്ക് 200 ദിർഹം പിഴ ഈടാക്കാൻ നിയമമുണ്ടെങ്കിലും ഇത് കർശനമായി നടപ്പാക്കിയിരുന്നില്ല. സീബ്ര ക്രോസിംഗിൽ വാഹനം നിർത്താത്ത ഡ്രൈവർമാരിൽ നിന്ന് 500 ദിർഹം പിഴ ഈടാക്കുന്ന നിയമവും കർശനമായി നടപ്പാക്കും. I think the first time they will give him a warning, then they will, the next time if they have found him, they will give him the fine. ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാക്കുന്നത് സ്വദേശികളാണ്. പ്രവാസികളിൽ അപകടമുണ്ടാക്കുന്നതിലും ഇരയാകുന്നതിലും പാകിസ്ഥാനികളാണ് മുന്നിൽ. ഇന്ത്യക്കാരും ബംഗ്ലാദേശികളുമാണ് പിന്നെ പട്ടികയിലുള്ളത്. ഇക്കാരണത്താൽ ഉറുദു അടക്കമുള്ള പ്രാദേശിക ഭാഷകളിലും ഇപ്പോൾ ബോധവൽക്കരണം നടത്തും. Now they will focus in Urdu, then they will try to translate it to Malayalam or also for Tagalog for Philippines and all of these languages. ഇന്ത്യൻ സ്കൂളുകൾ, സംഘടനാ ആസ്ഥാനങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. മീഡിയ 1, ഷാർജ. ബഹ്റൈനിൽ അനധികൃത ടാക്സി സർവീസുകൾക്കെതിരെ നടപടി തുടരുന്നതായി ഗതാഗത മന്ത്രാലയം അധികൃതർ അറിയിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ട 217 അനധികൃത ടാക്സി ഡ്രൈവർമാർക്ക് ജയിൽ ശിക്ഷയും 1000 ദിനാർ പിഴയും ശിക്ഷ നൽകി. പിടിയിലായവരിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളെ നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട്. നിയമലംഘനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്താൻ പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒമാനിലെ ടാക്സി സർവീസുകളുടെ മുഖം മാറ്റുന്നതിനായി രണ്ടാമത്തെ മീറ്റർ ടാക്സി കമ്പനിയും വൈകാതെ നിരത്തിലെത്തും. മർഹബ ടാക്സി സർവീസ് ഈ വർഷം മാർച്ച് മുതൽ ആരംഭിക്കുമെന്ന് ലൈസൻസ് ലഭിച്ച രണ്ടാമത്തെ കമ്പനിയായ ഇൻജുനിറ്റി ടെക്നോളജീസ് അറിയിച്ചു. മീറ്റർ ടാക്സി ലൈസൻസ് ലഭിച്ച രണ്ടാമത്തെ കമ്പനിയാണ് ഇൻജുനിറ്റി ടെക്നോളജീസ്. മറ്റൊരു കമ്പനിയായ മുവാസലാത്തും വൈകാതെ നിരത്തിലിറങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. സുൽത്താൻ കാബൂസ് തുറമുഖം, ഹോട്ടലുകൾ എന്നിവയ്ക്ക് പുറമെ ഓൺ കോൾ ടാക്സി സേവനവുമാണ് മർഹബയിൽ നിന്ന് ലഭിക്കുക. സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ കോൾ സെന്റർ മുഖേന ബുക്ക് ചെയ്താൽ ഓൺ കോൾ ടാക്സി ആവശ്യപ്പെടുന്ന സ്ഥലത്തെത്തും. ആദ്യ 5 കിലോമീറ്ററിന് 3.5 റിയാലാണ് നിരക്ക്. ഇതിനുശേഷം കിലോമീറ്ററിന് 500 പൈസ വീതവും നൽകേണ്ടി വരും. ഫെബ്രുവരി മാർച്ച് മാസത്തോടെ 200 ടാക്സികൾ നിരത്തിലിറക്കാനാണ് പദ്ധതി. ഉപഭോക്താക്കൾക്ക് സൗജന്യ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. വാഹനത്തിന്റെയും ഓടിക്കുന്ന ആളുടെയും വിവരങ്ങൾ, നൽകേണ്ട പണം തുടങ്ങിയ വിവരങ്ങൾ ഉപഭോക്താവിന് സ്മാർട്ട് ഫോൺ വഴി ലഭ്യമാകും. ഇലക്ട്രോണിക് പേയ്മെന്റായും കറൻസിയായും പണം നൽകാം. വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാരെ എടുക്കാൻ മർഹബക്ക് അനുവാദമില്ല. യാത്രക്കാരെ എയർപോർട്ടിൽ എത്തിക്കുന്നതിന് തടസ്സമില്ലെന്ന് പ്രൊജക്ട് മാനേജർ യൂസഫ് അൽ ഹൂത്തി പറഞ്ഞു. മീഡിയ 1, മസ്കറ്റ്.
ജനസംഖ്യാ സന്തുലനം പൂർണ്ണമായി നടപ്പാക്കാൻ വർഷങ്ങളെടുക്കുമെന്ന് കുവൈത്ത് തൊഴിൽ മന്ത്രി. സ്വദേശി വിദേശി അനുപാതത്തിലെ അന്തരം ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും തൊഴിൽ വിപണിക്ക് പ്രയാസമുണ്ടാകാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി ഹിന്ദൽ സബീഹ് വ്യക്തമാക്കി. ജനസംഖ്യാ സന്തുലനവുമായി ബന്ധപ്പെട്ട് ചില എംപിമാർ നടത്തിയ പ്രസ്താവനകൾക്കുള്ള പ്രതികരണമായാണ് മന്ത്രി ഹിന്ദൽ സബീഹ് ഇക്കാര്യം പറഞ്ഞത്. സാമൂഹ്യക്ഷേമ മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. അനാവശ്യ തൊഴിലവസരങ്ങളില്ലാതാക്കി അധികം വരുന്ന വിദേശികളെ കുറക്കുന്നതിനും ജനസംഖ്യയിലെ ഭീമമായ അന്തരമില്ലാതാക്കുന്നതിനും വർഷങ്ങൾ തന്നെ വേണ്ടിവന്നേക്കുമെന്നും തൊഴിൽ വിപണിയിൽ ക്രമീകരണം നടത്തുന്ന കാര്യം പഠനഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കും. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും തൊഴിൽ രഹിതരായ സ്വദേശികൾക്ക് കൂടുതൽ അവസരം ഒരുക്കേണ്ടതുണ്ട്. തൊഴിൽ വിപണിക്ക് പ്രയാസമാകാത്ത തരത്തിൽ ക്രമീകരണങ്ങൾ വരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് മാസങ്ങൾ കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യമല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദേശികളുടെ എണ്ണം കുറച്ച് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പാർലമെന്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. റിയാദ് നഗരമധ്യത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡുകൾ നഗരസഭ നീക്കം ചെയ്തു തുടങ്ങി. നിയമലംഘനങ്ങൾക്കെതിരായ റിയാദ് നഗരസഭാ ക്യാമ്പയിന്റെ ഭാഗമായി ബത്ഹ മുനിസിപ്പാലിറ്റിയാണ് ബത്ഹയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 400ഓളം ബോർഡുകൾ എടുത്തുമാറ്റിയത്. കാൽനടയാത്രക്കാർക്കും ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കുന്ന വിധത്തിലും മറ്റിടങ്ങളിൽ അനുമതിയില്ലാതെയും സ്ഥാപിച്ച പരസ്യ ഫലകങ്ങളാണ് നീക്കം ചെയ്തത്. നിയമലംഘകർക്കെതിരെ സാമ്പത്തിക പിഴ ഉൾപ്പെടെയുള്ള കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്ന നടപടി തുടരുമെന്നും ബത്ഹ മുനിസിപ്പൽ ചെയർമാൻ ഫഹദ് അൽ ഹമൂദ് അറിയിച്ചു. സൗദി നീതിന്യായ വകുപ്പിന്റെ മുഴുവൻ ജോലികളും ഓൺലൈൻ വഴിയാക്കാനും കടലാസ് ജോലികൾ പൂർണ്ണമായി അവസാനിപ്പിക്കാനും വകുപ്പ് മന്ത്രി ഡോക്ടർ വലീദ് അസമാനി നിർദ്ദേശം നൽകി. സൗദി സർക്കാർ ജോലികൾ ഓൺലൈൻ വഴിയാക്കുന്നതിന്റെ ഭാഗമായാണ് തന്റെ മന്ത്രാലയത്തിൽ ഈ നിർദ്ദേശം നടപ്പാക്കുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു. നീതിന്യായ മന്ത്രാലയത്തിലെയും കോടതികളിലെയും നടപടികൾ വേഗത്തിലും കുറ്റമറ്റതുമാക്കുക എന്നതും പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമാണ്. ഓഫീസുകൾക്കിടയിൽ രേഖകൾ കൈമാറുന്നതും ഇതോടെ ലളിതവും വേഗത്തിലുമായി തീരും. കക്ഷികൾ ഒപ്പുവെക്കാനുള്ള രേഖകൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. സൗദി യുവാവിന്റെ സൈക്കിൾ സഞ്ചാരം ശ്രദ്ധേയമാവുന്നു. അവയവദാനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുള്ള യാത്രയിൽ ഇന്ത്യയുൾപ്പെടെ 8 കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലൂടെയാണ് സഞ്ചാരം. മുംബൈയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഹോങ്കോങ്ങിൽ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 80 ദിവസം കൊണ്ട് 7000 കിലോമീറ്റർ സഞ്ചരിക്കും. ഇന്ത്യ ഉൾപ്പെടെ 8 ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൂടെയാണ് ഉമർ എന്ന സ്വദേശി യുവാവ് സൈക്കിൾ സഞ്ചാരം നടത്തുന്നത്. അവയവദാനത്തിന്റെ പ്രാധാന്യം ഉദ്ഘോഷിച്ചും മനുഷ്യജീവൻ രക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധവൽക്കരിച്ചുമാണ് 37കാരന്റെ സഞ്ചാരം. ഇന്ത്യയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഡിസംബർ 17-ന് മുംബൈയിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്കായിരുന്നു ആദ്യ യാത്ര. ഇന്ത്യയിലെ 21 ദിവസത്തെ സൈക്കിൾ യാത്രക്കിടെ ഒരിക്കൽ തിരുവനന്തപുരത്തും എത്തി. ഇന്ത്യയിലെ സഞ്ചാരം ഏറെ പ്രചോദനം നൽകുന്നതായിരുന്നുവെന്ന് സന്ദർശനം പൂർത്തീകരിച്ച് ഇപ്പോൾ മലേഷ്യയിലുള്ള ഉമേർ മീഡിയ 1-മായി പങ്കുവച്ചു. Hello, assalamu alaikum. My name is Omar Al-Umair. I am from Saudi Arabia and I am a cyclist. I've been cycling the world for almost 2 years and I was lucky to be cycling India. I start from Mumbai to Thindram for 21 days. I cross 1,600. It was amazing trip in India. I've seen so many things, new things. I learned so much about India and Indian food especially. And special thanks to Kerala people and Media 1 TV. മലേഷ്യ വഴി കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം എന്നീ നാടുകളിലൂടെയുള്ള യാത്ര ചൈനയിലാണ് അവസാനിക്കുക. റിയാദിലെ പ്രമുഖ ബൈസിക്കിൾ ക്ലബ്ബായ ദറാജത്തിയുടെ പ്രവർത്തകൻ കൂടിയായ ഉമേർ 80 ദിവസത്തെ യാത്രക്കിടെ 7000 കിലോമീറ്റർ സഞ്ചാരമാണ് ലക്ഷ്യമിടുന്നത്. യാത്രക്കിടെ ആയിരക്കണക്കിന് ആളുകളുമായി ആശയവിനിമയം നടത്തും. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങളുമായുള്ള സൈക്കിൾ സഞ്ചാരത്തിലൂടെ ഉമേർ നേരത്തെയും ലോക ശ്രദ്ധ നേടിയിരുന്നു. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. ഒരേ പ്രദേശത്ത് നിന്ന് ഗൾഫിലെത്തി ദീർഘകാലമായി പ്രവാസ ജീവിതം നയിക്കുന്നവരെ ആദരിക്കുന്ന വേറിട്ട ചടങ്ങ് ബഹ്റൈനിൽ നടന്നു. കോഴിക്കോട് ജില്ലയിലെ തുറയൂർ സ്വദേശികളായ 29 പ്രവാസികളെയാണ് ആദരിച്ചത്. PRO ജോലി ചെയ്യുന്നവരുടെ സംഘടന ദുബായിൽ നിലവിൽ വന്നു. UAE PRO അസോസിയേഷൻ എന്നാണ് സംഘടനയുടെ പേര്. ദുബായിൽ നടന്ന ചടങ്ങിൽ സംഘടനയുടെ ലോഗോ സലീം ഇടമൽ പ്രകാശനം ചെയ്തു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യം. നാസർ നന്ദിയാണ് മുഖ്യ രക്ഷാധികാരി. ചിക്കോ മിഠായികൾ പുതിയ രൂപത്തിൽ UAE മാർക്കറ്റിൽ പുറത്തിറക്കി. ഒമാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വീറ്റ്സ് ഓഫ് ഒമാനാണ് ചിക്കോ മിഠായികളുടെ നിർമ്മാതാക്കൾ. എക്ലയസിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും കൂടുതൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഭാവിയിൽ പുറത്തിറക്കുമെന്നും സ്വീറ്റ്സ് ഓഫ് ഒമാൻ ജനറൽ മാനേജർ S ബാലകൃഷ്ണ അറിയിച്ചു.
വെള്ളിയാഴ്ച നടക്കുന്ന ദുബായ് മാരത്തണിൽ ലോക റെക്കോർഡ് ഭേദിക്കുന്നവരെ കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനം. ലോകത്തെ ഏറ്റവും വലിയ മാരത്തൺ സമ്മാന തുകയായ $2 ലക്ഷം പുറമെയുള്ള ബോണസായി $2.5 ലക്ഷം റെക്കോർഡ് ജേതാക്കൾക്ക് ലഭിക്കുക. 42.19 കിലോമീറ്റർ മാരത്തൺ ദൂരം 2 മണിക്കൂർ 2 മിനിറ്റ് 57 സെക്കൻഡ് സമയം കൊണ്ട് പൂർത്തിയാക്കിയതാണ് നിലവിലെ ലോക റെക്കോർഡ്. കെനിയൻ ഓട്ടക്കാരനായ ഡെന്നിസ് കിമെറ്റോ 2014 ബെർലിൻ മാരത്തണിലാണ് റെക്കോർഡ് നേടിയത്. ആരാധനാ കാര്യങ്ങളിൽ പോലും പരിധി വിടരുതെന്ന് നിഷ്കർഷിച്ച ഒരു മതത്തിന് തീവ്രതയിലേക്കോ ജീർണതയിലേക്കോ അധപതിക്കാൻ കഴിയില്ലെന്ന് കുവൈത്ത് KAG പ്രസിഡന്റ് ഫൈസൽ മഞ്ചേരി പറഞ്ഞു. IMI സലാല ഇസ്ലാം സന്തുലിതമാണ് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പ്രഖ്യാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 16-ന് സലാലയിൽ ദോഫാർ മേഖലാ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് അധ്യക്ഷത വഹിച്ച IMI പ്രസിഡന്റ് K മുഹമ്മദ് സാദിഖ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ മുഖ്യാതിഥിയായി ഇരിക്കും. IMM ഹാളിൽ നടന്ന പരിപാടിയിൽ K ഷൗക്കത്ത് അലി സ്വാഗതവും അബ്ദുള്ള മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ സോഷ്യൽ ഫോറം വിദ്യാർത്ഥികൾക്കായി ജിദ്ദയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആക്സിസ് ഇന്ത്യയുമായി സഹകരിച്ച് മിക്സ് 2017 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ ക്യാമ്പ് മക്ക റോഡ് കിലോപത്തിലെ ജിദ്ദ ഗാർഡനിൽ ഈ മാസം 27-ന് വൈകുന്നേരം 5 മണിക്ക് ജിദ്ദ ഇന്ത്യ കോൺസുലർ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് ഉദ്ഘാടനം ചെയ്യും. സിവിൽ സർവീസ് തൊഴിൽ സാധ്യതകളെ കുറിച്ച് ഹജ്ജ് കൗൺസിൽ മുഹമ്മദ് ഷാഹിദ് അലം സംസാരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഇംതിയാസുദ്ദീൻ അഹമ്മദ് സിദ്ദീഖി കോച്ചിംഗ് ക്ലാസുകൾ നയിക്കും. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഭാരവാഹികളുമായി ബന്ധപ്പെടണം. അഷ്റഫ് മറയൂർ അബ്ദുള്ള, EML അമാൻ ചെന്നൈ, ഹനീഫ് മാംഗ്ലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിജി ജിദ്ദ ചാപ്റ്ററിന് കീഴിൽ ഈ മാസം 19 മുതൽ 26 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സിജി ഇന്റർനാഷണൽ ചാപ്റ്റർ വൈസ് ചെയർമാൻ KV ഷംസുദ്ദീൻ നയിക്കുന്ന പരിപാടിയുടെ ആദ്യ സെക്ഷൻ നാളെ രാത്രി 8-ന് ഷറഫിയ ഇംപാല ഗാർഡനിൽ വെച്ച് നടക്കുമെന്ന് സിജി ഭാരവാഹികൾ അറിയിച്ചു. മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയും പൗരാവലിയും സംയുക്തമായി ജിദ്ദയിൽ ബംഗീഷം എന്ന പേരിൽ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിന്റെ ആദ്യ ഓഡിഷൻ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് ഷറഫിയയിലെ ഗ്രീൻലാൻഡ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഭാരവാഹികളുമായി ബന്ധപ്പെടും. ദേശീയ സഹിഷ്ണുതാ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കാൻ UAE-യിലെ ക്രിസ്ത്യൻ സമൂഹങ്ങളെ സഹിഷ്ണുതാ സഹമന്ത്രി ഷെയ്ഖ് ലുബ്ന അൽ ഖാസിമി ആഹ്വാനം ചെയ്തു. സർബനിയാസിലെ പടിഞ്ഞാറൻ ദ്വീപിൽ നടന്ന ഗൾഫ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് വാർഷിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച മുതൽ 3 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീരപ്രദേശത്തോട് അടുക്കുകയാണ്. മസ്കത്ത്, മുസന്തം, വടക്ക് തെക്കൻ ബാത്തിന, അൽഹജർ പർവ്വതനിരകൾ ഉൾപ്പെടെ തെക്കൻ ഷാർഖിയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ ഇടിമിന്നലോടെയുള്ള മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളത്. മുസന്തം ഗവർണറേറ്റിലും ഒമാൻ കടലിലും തിരമാലകൾ 2.5 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ കടലിൽ പോകുന്നവർ കാലാവസ്ഥാ അറിയിപ്പുകൾ ശ്രദ്ധിക്കണം. കനത്ത മഴ പെയ്യുന്ന പക്ഷം വാദികൾ മുറിച്ചു കടക്കുമ്പോഴും മറ്റും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസും അറിയിച്ചു. അതിനിടെ ഖുറിയാത്തിൽ ബുധനാഴ്ച ഉച്ചയോടെ ഒറ്റപ്പെട്ട തോതിൽ മഴ ലഭിച്ചു. മുസന്തത്ത് കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി SKSSF ഷാർജ സംസ്ഥാന കമ്മിറ്റി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന മനുഷ്യജാലിക വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഷാർജ റോളയിലുള്ള സെന്റർ ഓഡിറ്റോറിയത്തിൽ നടക്കും. ദുബായ് യൂത്ത് ഇന്ത്യ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 4ാമത് ഇഫ കപ്പ് ഫുട്ബോൾ മത്സരം വെള്ളിയാഴ്ച ദുബായ് ഇറാനി ക്ലബ്ബിൽ നടക്കും. UAE-യിലെ 24 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ദേശീയ സംസ്ഥാന താരങ്ങളും പങ്കെടുക്കും. ടീമ ദുബായിയാണ് നിലവിലെ ഇഫ കപ്പ് ചാമ്പ്യന്മാർ. വൈകുന്നേരം 3:30-ക്ക് റേഡിയോ അവതാരകൻ വൈശാഖ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മോഡൽ ഹോണ്ട അക്കോർഡ് കാറുകൾ ഖത്തർ വിപണിയിൽ പുറത്തിറക്കി. ഹോണ്ടയുടെ ഖത്തറിലെ വിതരണക്കാരായ അൽ ഹുത്തൈംസ് ദോഹ മാർക്കറ്റിംഗ് സർവീസസ് കമ്പനിയാണ് പുതിയ വാഹനം പരിചയപ്പെടുത്തിയത്. പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള അക്കോർഡ് സാങ്കേതികമായി ഏറെ മികവ് പുലർത്തുന്നതാണെന്ന് ഡൊമാസ്കോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തലവൻ ഗ്രെഗ് റോഫി പറഞ്ഞു. ദോഹയിലെ ഹോണ്ട ഷോറൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ ഷെരീഫ്, ഡൊമാസ്കോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തലവൻ ഗ്രെഗ് റോഫെ, മാർക്കറ്റിംഗ് ഹെഡ് ഷെയ്ഖ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു.
ലോഹനിർമ്മാണ രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന സ്റ്റീൽ ഫാബ് പ്രദർശനത്തിന് ഷാർജയിൽ തുടക്കമായി. 3 ദിവസം നീളുന്ന മേളയിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ പങ്കെടുക്കും. സ്റ്റീൽ, അലുമിനിയം, ഫാബ്രിക്കേഷൻ മേഖലയിലെ പുതിയ സാങ്കേതിക സംവിധാനങ്ങളും യന്ത്രസാമഗ്രികളും പ്രദർശിപ്പിക്കുന്ന അന്താരാഷ്ട്ര മേളയാണ് സ്റ്റീൽ ഫാബ്. മേളയുടെ ഉദ്ഘാടനം ഷാർജ കസ്റ്റംസ് സ്പോർട്സ് ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ കാസിമി നിർവഹിച്ചു. ഷാർജ എക്സ്പോ സെന്ററിലാണ് മേള നടക്കുന്നത്. We have over 340 companies participating with us this year, with 8% increase over last year. We have online registered buyers, 5,000 visitors, which is a very good and positive sign. എണ്ണയും വെള്ളവും ഒഴിവാക്കി കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാണ് മേളയുടെ ആകർഷണം. In the hot countries, the oil doesn't work very well with a hot temperature. So here we don't have oil, we have only electrical energy, and so very easy to operate, very reliable and very fast compared to the traditional technology. So 3 ദിവസത്തെ മേള ഈ മാസം 19-ന് സമാപിക്കും. മീഡിയ 1 ഷാർജ. ബഹ്റൈനിൽ ഫ്രണ്ട്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ദ്വൈമാസ ക്യാമ്പയിൻ സമാപിച്ചു. സ്വദേശി പ്രമുഖരും അറബ് പണ്ഡിതരും പങ്കെടുത്ത സമാപന സമ്മേളനം നിറഞ്ഞ ജനപങ്കാളിത്തത്തോടെയാണ് സമാപിച്ചത്. പ്രവാചകചര്യ സന്തുലിതമാണ് എന്ന പ്രമേയത്തിൽ നടന്ന 2 മാസക്കാലത്തെ ക്യാമ്പയിനിന്റെ സമാപന സമ്മേളനം ബഹ്റൈനിലെ പ്രമുഖ പണ്ഡിതനും അൽ ഇസ്ലാഹ് സൊസൈറ്റി ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ അഹമ്മദ് അൽ ഷെയ്ഖാണ് ഉദ്ഘാടനം ചെയ്തത്. സാമൂഹിക പ്രതിബദ്ധതയാണ് പ്രവാചക ദർശനത്തിന്റെ താൽപര്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങളായ അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്ത, അലി ബുഫർസാൻ, അബ്ദുറഹ്മാൻ റാഷിദ് മുംജീദ് എന്നിവരടക്കം നിരവധി അറബ് പ്രമുഖരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രവാചകചര്യ സന്തുലിതമാണെന്നും മാനുഷിക മൂല്യങ്ങളുടെ പ്രതിനിധാനമാണ് പ്രവാചക ദർശനമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ VT അബ്ദുള്ള കോയ തങ്ങൾ പറഞ്ഞു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് ജമാൽ നദ്വി ഇരിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി MM സുബൈർ സ്വാഗതം ആശംസിച്ചു. ഫാജിസ് ഖുർആനിൽ നിന്ന് അവതരിപ്പിച്ചു. ക്യാമ്പയിൻ കൺവീനർ CM മുഹമ്മദ് അലി നന്ദി പറഞ്ഞു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഹൈഡ്രോളിക് രംഗത്തടക്കം ഖത്തറിലെ വൻകിട വ്യവസായ ഗ്രൂപ്പായ സീഷോർ ഗ്രൂപ്പ് ഓട്ടോമൊബൈൽസ് രംഗത്തേക്ക് ചുവടുവയ്ക്കുന്നു. ചൈനീസ് വാഹന നിർമ്മാതാക്കളായ സിനോട്രക്കുമായി ചേർന്നുള്ള സീഷോർ ഓട്ടോമൊബൈൽസിന്റെ പ്രഖ്യാപനം ദോഹയിൽ നടന്നു. സിനോട്രക്ക് വാഹനങ്ങളുടെ ഖത്തറിലെ അംഗീകൃത വിതരണക്കാർ സീഷോർ ആയിരിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ES മുഹമ്മദ് അലി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27 വർഷമായുള്ള സീഷോറിന്റെ ട്രാൻസ്പോർട്ടേഷൻ രംഗത്തെ പരിചയം പുതിയ സംരംഭത്തിന് കരുത്തു പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് ചെയർമാൻ സഖർ സയ്യിദ് അൽ മുഹന്നദി, സിനോട്രക്ക് പ്രസിഡന്റ് റാങ് ഹോക്കിൻ, ജനറൽ മാനേജർ നിസ മുഹമ്മദ് അലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡിൽ ഈസ്റ്റിലെ ഇലക്ട്രോണിക്സ് വ്യാപാര രംഗത്തെ അതികായകരായ ഷറഫ് DGയുടെ ഖത്തറിലെ 2ാമത്തെ ഷോറൂം മോൾ ഓഫ് ഖത്തറിൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ ജനക്കൂട്ടം എത്തിയതോടെ സുരക്ഷ പരിഗണിച്ച് ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചതായി ഷറഫ് DG മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ദിവസത്തെ വ്യാപാരം നിർത്തിവെച്ചതിലൂടെ ഉപഭോക്താക്കൾക്കുണ്ടായ പ്രയാസത്തിൽ ഖേദിക്കുന്നതായും ഉപഭോക്താക്കൾക്കായി തങ്ങൾ പ്രഖ്യാപിച്ച ഓഫറുകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും ഷറഫ് DG ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. ഖത്തറിൽ പുതിയ 3 ഷോറൂമുകൾ കൂടി ഉടൻ തുടങ്ങുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന് റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം സ്വീകരണം നൽകി. ഹ്രസ്വ സന്ദർശനത്തിന് റിയാദിലെത്തിയ അദ്ദേഹം റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മാധ്യമ പരിശീലന ക്ലാസിൽ പഠിതാക്കളുമായി സംവദിച്ചു. ബഷീർ പാങ്ങോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റിം പ്രസിഡന്റ് നാസർ കാരന്തൂർ അധ്യക്ഷനായിരുന്നു. സൗദി സ്കൂൾ അവധിക്കാലത്ത് റിയാദ് ദമാം റൂട്ടിൽ 24 ട്രെയിനുകൾ അധികമോടുമെന്ന് സൗദി റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. ജനുവരി 26 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള അവധി ദിനങ്ങളിലാണ് ഈ റൂട്ടിൽ അധിക ട്രെയിനുകൾ ഓടുക. അവധിക്കാലത്ത് സൗദിക്കകത്ത് സഞ്ചരിക്കുന്ന കുടുംബങ്ങളുടെയും സ്വദേശികളുടെയും വിദേശികളുമായ താമസക്കാരുടെയും ആവശ്യം പരിഗണിച്ചാണ് അധിക ട്രെയിനുകൾ ഏർപ്പെടുത്തുന്നത്. 2016-ൽ 13 ലക്ഷം യാത്രക്കാർ റിയാദ് ദമാം റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് റെയിൽവേയുടെ കണക്ക്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 6% കൂടുതലാണ് ഇത്. വീഡിയോ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.